എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബൈക്കിൽ സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ബൈക്കിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതുകൊണ്ടത് ബൈക്കിൽ സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. നമുക്കത് സെക്യൂരിറ്റി സിസ്റ്റം എങ്ങനെയാണെന്നുള്ള അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ വരേണ്ട സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് മെയിൻ യൂണിറ്റാണ് ഇത് വരേണ്ടത്. പിന്നെ 2 കീ വരുന്നുണ്ട്. ഇതിലാണ് വരേണ്ടത് ലോക്കിങ്ങിൻ്റെയും അൺലോക്കിങ്ങിൻ്റെ ഒക്കെ. ഈ സൈസ് കീ ആണിത്. ഇതിൽ നമ്മളെ ബൈക്കിൻ്റെ കീ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബൈക്കിൻ്റെ കീ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു അലാറം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ വയറിങ് യൂണിറ്റ് വരുന്നുണ്ട്, കണക്ഷൻ കൊടുക്കാനുള്ള വയർ. ഇത് നമ്മൾ കട്ട് ചെയ്യാതെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു മാപ്പ് നമുക്കിതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് കാണാം. ആദ്യം നമുക്ക് ഈ സീറ്റ് ഓപ്പൺ ചെയ്യാം. ഈ സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വയറിങ് സിസ്റ്റം വരുന്നത്. ആദ്യം നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഈ ലിവർ വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ സീറ്റ് ഓപ്പൺ ചെയ്യും. ഈ ലിവർ വലിച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളിതിൻ്റെ വയറിങ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാം. ഫസ്റ്റ് നമ്മളിതിൻ്റെ വയറിങ് ചെയ്യാൻ പോകും. മൊത്തം വരുന്നതിൽ നമുക്ക് 6 വയറാണ് ആവശ്യമുള്ളത്. ഈ 2 യെല്ലോ വയർ ഇൻഡിക്കേറ്ററിനാണ് വരേണ്ടത്. ഇത് നമുക്ക് ഇൻഡിക്കേറ്ററിന് മാറ്റി വെക്കാം. ഈ ബ്ലൂ വയർ സെൽഫ് റിലേക്കാണ് വരേണ്ടത്. ഈ റെഡും ബ്ലാക്കും ബാറ്ററിൻ്റെ പോസിറ്റീവ് ഇൻഡിക്കുള്ള പോസിറ്റീവും നെഗറ്റീവുമാണ് റെഡും ബ്ലാക്കും വരേണ്ടത്. പിന്നെ ഈ ഓറഞ്ച് വരേണ്ട വണ്ടിൻ്റെ DC ആണ്. വണ്ടി ചാവി ഇഗ്നിഷൻ ഓൺ ആണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള വണ്ടിൻ്റെ DC ലൈനാണ് ഇത് വരുന്നത്. ഈ 2 വയറിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇത് 2 നമ്മൾ വണ്ടിൻ്റെ വയറിംഗ് കിറ്റ് കട്ട് ചെയ്യാതെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതിയാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ആ 2 യെല്ലോ വയർ വണ്ടിൻ്റെ ഇൻഡിക്കേറ്ററുമൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത്. ഇൻഡിക്കേറ്ററുമൊക്കെ എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മൾ വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് സെൻസ് ചെയ്യണമെങ്കിൽ ഇത് അറിയണമെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്ററുമൊക്കെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇതാണ് 2 ഇൻഡിക്കേറ്ററിൻ്റെ ലൈൻ വരുന്നുണ്ട്. ബാക്കത്തെ ഊറിയിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് വെക്കാൻ പോകുന്നുണ്ട്. 2 നമ്മൾ ഇൻഡിക്കേറ്ററിന് കൊടുക്കേണ്ട ലൈൻ. ഇത് നമ്മൾ ഫ്രീ വയ്ക്കാം. നമ്മളാദ്യം ഇത് ഫസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ലൈന് വരേണ്ടത് ഇതാണ്. ഇതിൽ ഇൻഡിക്കേറ്ററിൻ്റെ വരേണ്ട ഇത് നെഗറ്റീവാണ്. ഈ ബ്ലാക്കിൽ യെല്ലോ വരുന്ന നെഗറ്റീവാണ്. ഈ ഗ്രീനാണ് പോസിറ്റീവ്. നമ്മളിത് ഈ പോസിറ്റീവിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇൻഡിക്കേറ്ററിൽ പോസിറ്റീവ് ടെർമിനലിലാണ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീന് വയർ വരും, അതാണ് പോസിറ്റീവ്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഈ ബാക്കിയുള്ളൊരു യെല്ലോ ഉണ്ട്, അത് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യാം. അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനും വേണ്ടി നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റി കൊടുക്കും. നമുക്കിനി അടുത്തത് ഈ ഓറഞ്ച് ലൈനാണ്. ഇത് നമുക്ക് വണ്ടിൻ്റെ DC ലൈന് വരുമ്പോഴേക്കാണ് കൊടുക്കാറുള്ളത്. അത് നമ്മൾ ചാവി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പവർ എത്തിക്കണമെന്ന് ഇതിന് സെൻസ് ചെയ്യണം. അപ്പോൾ പവർ DC ലൈന് വരുന്നത് ഏതിൻ്റെ പോസിറ്റീവിലും നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ DCയിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രേക്ക് ലൈറ്റിൻ്റെ കേബിളുമ്മലാണ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ബ്രേക്ക് ലൈറ്റിൻ്റെ കേബിൾ. ഇതിൽ ബ്രൗൺ കളർ വരേണ്ടതാണ് DC പോസിറ്റീവ്. നമ്മൾ അതിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ബ്രേക്ക് ലൈറ്റുമ്മക്ക് DC കൊടുക്കാനുള്ള കേബിൾ. ഈ കേബിൾ ഈ ഓറഞ്ച് കേബിളാണ്. അതിൻ്റെ കളർ അങ്ങോട്ടും മാറാൻ പാടില്ല, അതാണ് പ്രശ്നം. ഇത് നമുക്ക് DC ഇതാണ് DC ലൈന്. ഇതിൻ്റെ ബ്രൗൺ വരുന്നുണ്ട്, ഇതിൽ ബ്ലൂവും വരുന്നുണ്ട് ബ്രൗണും വരുന്നുണ്ട്. നമുക്ക് ഈ ബ്രൗണിൽ കൊടുക്കാം. ഇത് റെഡും ഇത് ബ്ലാക്കും. ഇത് ബാറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽക്കും ഇത് ബാറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽക്കാണ് പോകേണ്ടത്. നമ്മൾ ഈ മെയിൻ ഡിവൈസിക്ക് പവർ എത്താനുള്ളതാണ് ഇത്.
ഇത് നമ്മൾ ബാറ്ററിമൊക്കെ കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. ബാറ്ററിമൊക്കെ ഇട്ട് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവാണ് വരേണ്ടത്. നമുക്ക് ഇനി കണക്ട് ചെയ്യാം. ഈ ബ്ലൂ കേബിൾ സെൽഫ് റിലേമൊക്കെ ഉള്ളതാണ്. സെൽഫ് റിലേ ഇവിടെ വരുന്നത് നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെയ്യാം. ഇനി നമുക്കിത് അടി കൂടെ ആദ്യം വലിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഈ 3 കണക്ഷനാണ് വരുന്നത്. ഈ ബ്ലൂ സെൽഫ് റിലേ, ഇത് ബാറ്ററി പോസിറ്റീവ്, ഇത് ബാറ്ററി നെഗറ്റീവ്. ഓക്കെ, നമുക്ക് കണക്ഷൻ കൊടുക്കാം. നമുക്ക് ആദ്യം പോസിറ്റീവ് ടെർമിനൽ അയച്ചെടുക്കാം. ഓവർടൈറ്റ് ചെയ്യണ്ട, ഓവർടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടും. അതായത് നമുക്ക് ഇനി ബ്ലാക്ക് നെഗറ്റീവ് ടെർമിനൽ. ഓവർ ടൈറ്റ് ചെയ്ത ബോൾട്ട് പൊട്ടും, ടെർമിനലും പൊട്ടും. സെൽഫ് റിലേ നമുക്കുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ സെൽഫ് മോട്ടർ. അല്ല, സെൽഫ് മോട്ടർ എന്ന് വരുന്ന റിലേ ഇതാണ്. ഇതിലേക്കാണ് ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ പോകേണ്ടത്. ഇതിൻ്റെ കണക്ടർക്കാണ് നമുക്ക് ഇനി ബ്ലൂ കണക്ട് ചെയ്യാറുള്ളത്. ഇവിടെ ഇതിൻ്റെ സെൽഫ് റിലേ ഇവിടെയാണ് വരും. ഇത് സെൽഫ് റിലേൻ്റെ കണക്ടർ ഇതാണ് വരുന്നത്. നമുക്ക് എടുക്കണമെങ്കിൽ ഇത് ആകെ കൺജസ്റ്റഡ് ആയിട്ട് വെച്ചേക്കാം. ടൈം മാനേജ് സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് അത് ഇതിൻ്റെ ഇതാണ് ഫീസ് യൂണിറ്റ് വരുന്നുണ്ട്. ഫീസ് യൂണിറ്റിൻ്റെ ഇതിൽ നിന്ന് അത് റിമൂവ് ചെയ്യാം. കാരണം ഇതിൽ നിന്നാണ് എനിക്ക് കണക്ഷൻ പോകുന്നത്. ഇതാണ് കേബിൾ. ഇത് നമുക്ക് ഇങ്ങോട്ട് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ക്ലിപ്പ് അയക്കാം. ഓക്കെ, ഇതാണ് ഈ ക്ലിപ്പിന് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടർ ലൈന് പോകേണ്ടത്. ഈ സെൽഫ് റിലേന്ന് സെൽഫ് മോട്ടർക്കുള്ള സ്റ്റാർട്ടർ ലൈനിലാണ് പോകേണ്ടതാണ്. ഇതിൽ 2 കളറാണ് വരേണ്ടത്, റെഡും ബ്ലൂവും ഗ്രീനും യെല്ലോ. നമ്മളിതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റെഡിലും ബ്ലൂവിലാണ് കണക്ട് ചെയ്യേണ്ടത്, നെഗറ്റീവിൽ കണക്ട് ചെയ്യരുത്. നമ്മൾ ഈ കണക്ടറിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ചളിയുണ്ട്, ചളി കഴിഞ്ഞിട്ട് കളർ കോഡ് നോക്കി വെക്കണത്. കട്ട് ചെയ്ത് അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റാർട്ടർ ലിവറിൽ കൊടുക്കുകയാണ്, ഇതിൻ്റെ പോസിറ്റീവിൽ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ 6 വയറും 6 കളർ കോഡ് അനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ 2 വയർ എക്സ്ട്രാ ഉള്ളതാണ്. ഇത് ഡമ്മിയാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് പോകേണ്ടത് ഡോറും കാര്യങ്ങളൊക്കെ ഉള്ള വേറെയുള്ള വണ്ടികൾക്കാണ് പോകേണ്ടത്. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇത് ഇങ്ങനെ തന്നെ മടക്കി വെക്കാം. നമ്മൾ ഇതിൻ്റെ മെയിൻ യൂണിറ്റ്, ഇത് നമ്മളെ മെയിൻ യൂണിറ്റാണ്. ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യാം. മെയിൻ യൂണിറ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അലാറം ബസൽ സൗണ്ട് വരേണ്ടത്, ഇതിൻ്റെ അലാറം വരേണ്ടത് ഇതിൽ നിന്നാണ്. ഇതിനുള്ള കണക്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഇത് ജസ്റ്റ് പ്ലഗ് ചെയ്താൽ മതി.
പിന്നെ ഈ ഇത് വരുന്നത് ഇതിന്റെ ഗ്രൗണ്ടാണ്, എർത്ത് വരുന്നതാണ്. ഇത് നമ്മൾ വണ്ടിന്റെ ഏതെങ്കിലും ബോൾട്ടിൽ കണക്ട് ചെയ്താൽ മതി. നമുക്കിത് ഈ ബോൾട്ടിൽ കണക്ട് ചെയ്യാം. ഇത് ഈ കേബിൾ ഇതിൽ കണക്ട് ചെയ്തു. ഇത് കണക്ട് ചെയ്ത് കണ്ട് ഇത് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ഫുള്ള് കൊടുത്തു കഴിഞ്ഞു. നമുക്കിത് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി ന്യൂട്രലിൽ ഇരിക്കണം. ഇഗ്നിഷൻ ഓൺ ആവണം. ഇഗ്നിഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് വണ്ടി ടച്ച് ചെയ്യണ്ട. വണ്ടിനെ ലോക്ക് ചെയ്യാം. വണ്ടിൻ്റെ ഈ റിമോട്ടിലുള്ള ഈ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ വണ്ടി സെൽഫ് സ്റ്റാർട്ടായി. ഇത് 2 ചാവി വരുന്നുണ്ട്. ഇതിങ്ങനെ പ്രസ്സിംഗ് അല്ല, ഇതിന് 2 ചാവി വരുന്നുണ്ട്. ഇതിങ്ങനെ ഒന്ന് പ്രസ്സിംഗ് ആണ്. ഇത് നമ്മൾ